അതായത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മുന്നേറ്റം UDF നടത്തും എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. അവിടെ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകാതെയാണ് മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. 100 സീറ്റ് എന്നുള്ളത് ഒരു വിസ്മയം തന്നെ UDF സൃഷ്ടിക്കും എന്ന് പറഞ്ഞതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ, ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ KPCC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ്. VD സതീശനെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം പ്രതിപക്ഷ നേതാവായതിനു ശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചു ബാക്കി എല്ലാത്തിലും വിജയം ഉണ്ടാക്കാൻ ലീഡ് കുറച്ച് ചേലക്കര ഒഴിച്ചു ബാക്കി എല്ലായിടത്തും പറഞ്ഞതുപോലെ കൃത്യമായ കണക്കുകൾ വെച്ചാണ് VD സതീശൻ ഓരോ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് സംസ്ഥാനത്തിന്റെ ആ ഒരു മനസ്സ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് UDFന് എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ അടക്കം UDFിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഈ 100 എന്നുള്ള ഈ സെഞ്ചുറി എന്നുള്ള സംഖ്യയിലേക്ക് UDFനെ എത്തിച്ചത് എന്നതിൽ സംശയം വേണ്ട. തിരുവനന്തപുരത്ത് അടക്കം കഴിഞ്ഞ തവണ 13 മണ്ഡലങ്ങളിൽ LDF വലിയ മുന്നേറ്റം നടത്തിയതാണ്. പക്ഷേ ഇത്തവണ അവിടെയും കാലിടറി. കൊല്ലം എപ്പോഴും, അതായത് തൊഴിലാളി വർഗ്ഗങ്ങൾ ഏറ്റവും അടക്കമുള്ള കൊല്ലം എപ്പോഴും ഇടതിനൊപ്പമായിരുന്നു. അവിടെയും ഇടതിന് കാലിടറുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം പിന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന്റെ ലീഡ് വളരെയധികം കുറയുന്നു. 2 അക്ക സംഖ്യയിലേക്ക് KN ബാലഗോപാലിന്റെ ലീഡ് കുറയുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതായത് ഏറ്റവും പ്രധാനമായി കൊല്ലത്ത് LDF ഉറപ്പിച്ചിരുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. അവിടെ പോലും UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നു, LDFന് കാലിടറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ളത്.